ഹലോ ഫ്രണ്ട്സ്, തീറ്റ പ്രാന്തന്മാരുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി നെയ്ച്ചോറും മട്ടൻ കറിയാണ്. വേണുണ്ണൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. 1.5 ടേബിൾ സ്പൂൺ കുരുമുളക്, 4 പിരിയൻ മുളക്, 2 ടേബിൾ സ്പൂൺ മല്ലി, 6 ഗ്രാമ്പു, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1.5 ടീസ്പൂൺ ജീരകം, 10 ഏലക്കായ, പിന്നെ 2 കറുത്ത ഏലക്കായ, ബ്ലാക്ക് കാർഡമം, പിന്നെ കുറച്ച് കറുവപ്പട്ട. അപ്പോൾ ഇതെല്ലാം കൂടെ പൊടിച്ച് മസാല ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതൊന്ന് ചൂടാക്കണം. അതൊന്ന് ഒരു പാൻ അടുപ്പത്ത് വെച്ച് എല്ലാം കുറച്ച് ചൂടാക്കി എടുക്കാം. ആദ്യം നമ്മുടെ മുളക് ഇട്ട് കൊടുക്കുക, പിരിയൻ മുളകൊന്ന് ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള എല്ലാം കൂടെ ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ എല്ലാം നല്ല അടിപൊളിയായിട്ട് ചൂടായിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ മിക്സിയിലിട്ട് നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കുക. പിന്നെ മസാല തയ്യാറാക്കാനായിട്ട് 10 അല്ലി വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. അടുത്തായിട്ട് നമുക്കൊരു 10-25 ചെറിയുള്ളി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇതേപോലെ ഒരു 2 കിലോ മട്ടൺ നമ്മളിവിടെ നല്ല കട്ട് ചെയ്ത് നൈസായിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി അങ്ങ് ഇട്ട് കൊടുക്കും. പിന്നെ നമ്മൾ നേരത്തെ ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് നമ്മൾ പൂർണ്ണമായിട്ട് എടുക്കുന്നില്ല കേട്ടോ. ഒരു അടപ്പിൽ ചൊറുക്ക, നമ്മുടെ വിനാഗിരി അതും കൂടെ ഒഴിച്ചിട്ട് അങ്ങോട്ട് നല്ലോണം പുരട്ടുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിന്. ഇതെല്ലാം കൂടെ നന്നായി അസലായിട്ട് അങ്ങ് തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കുക. അത് കഴിഞ്ഞിട്ടൊരു കുക്കർ അടുപ്പത്തോട്ട് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ആ മട്ടൻ പുരട്ടിയിട്ട് നമ്മളൊരു 1/4 മണിക്കൂർ വെച്ചിരുന്നേ. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഈ കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഈ മട്ടൺ ഇട്ട് കൊടുക്കുന്നത്. മട്ടൺ ഇട്ട് നന്നായിട്ട് ഇളക്കി ആ വെളിച്ചെണ്ണ എല്ലായിടത്തും ഒന്നും ആവാൻ പാകത്തിന് ഇറക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആ മട്ടൺ ഇരുന്ന പാത്രം ഉണ്ടല്ലോ, അത് കഴുകിയിട്ട് ഇച്ചിരി വെള്ളം, ഒരു 3/4 ഗ്ലാസ് വെള്ളം അതങ്ങോട്ട് ഒഴിച്ച് അതും കൂടെ ഇളക്കി കുക്കർ അടച്ച് അങ്ങോട്ട് വേവിക്കാൻ വയ്ക്കാം. ഈ മട്ടണ വേകുമ്പോഴേക്കും നമുക്ക് അരിയുടെ കാര്യങ്ങൾ നോക്കാം. നമ്മളിവിടെ എടുക്കുന്നത് ജീരകശാല ഗീ റൈസാണ്. ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന കേട്ടോ. നമ്മളിവിടെ അബുദാബിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 4.5 ഗ്ലാസ് അരി അങ്ങോട്ട് ഇട്ടേക്കാം. ആ അരി അളന്നിട്ടിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിരാൻ വയ്ക്കാം. അവിടെ അപ്പോഴേക്കും നമ്മുടെ കുക്കർ റെഡി ആയിട്ടോ. നമ്മുടെ മട്ടൺ സൂപ്പറായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഉള്ളത് പറയാമല്ലോ, ഒരു 4 വിസിലടിച്ചു. ഇനി നമുക്ക് അടുത്തായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ആ നേരത്തെ എടുത്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിൻ്റെ ബാക്കിയിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. അതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് നന്നായിട്ട് അങ്ങനെ ഇളക്കുക. പച്ചമണം പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഉള്ളി ഉണ്ടല്ലോ ചതച്ചത്, അതിട്ടിട്ട് അങ്ങനെ ഇളക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ ചൂടാക്കി പൊടിച്ച് വെച്ച മസാല അത് ഇച്ചിരി അങ്ങ് ഇട്ടിട്ട് അങ്ങനെ നല്ലോണം വഴറ്റുക. ഇപ്പോൾ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കുരുമുളക് അതങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇത് മൂത്ത് കഴിയുമ്പോൾ കടിക്കുമ്പോഴല്ലോ നല്ല രസമാണ്. ആ മട്ടൻ കഴിക്കുമ്പോൾ ഈ കുരുമുളക് കടിക്കുമ്പോഴുള്ള സുഖം ആഹാ. ഇതിപ്പോൾ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് അതിട്ട് അത് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റുക. അതങ്ങോട്ട് കിടന്നങ്ങോട്ട് വഴണ്ട് ഇതിൻ്റെ അകത്ത് അങ്ങ് മിക്സ് ആയിട്ടുണ്ടല്ലോ. അതിൻ്റെ പുറത്തേക്ക് കുറച്ച് പൊടിയുപ്പായിട്ട് കൊടുക്കുക, നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പട്ടാ. ഇത് പറയാൻ പറ്റാത്ത വേറൊന്നും കൊണ്ടല്ല, ഇവിടെ വേണമെന്നെ മൊത്തം കൈക്കണക്കാ. ഇതെല്ലാം നോക്കിയെന്ന് ഞാൻ വേണതെല്ലാം കണ്ടുപിടിച്ച് പറഞ്ഞു. അപ്പോൾ മസാല സെറ്റായി. ഇനി നമുക്ക് അതിലേക്ക് ആ മട്ടൺ വേവിച്ച് വെച്ചാൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. മട്ടൺ നല്ല വെന്ത് സെറ്റായി അങ്ങനെ ഇളക്കുക. മസാലയും മട്ടണും ഒക്കെ കൂടെ കിടന്ന് അങ്ങോട്ട് ഇളകട്ടെ. ഇപ്പോൾ കുറച്ച് വെള്ളം നമുക്ക് ആ കുക്കർ കഴുകി അങ്ങോട്ട് ഒഴിക്കുക. മസാല ഒന്നും കളയേണ്ട കാര്യമില്ലല്ലോ, അതിൻ്റെ അകത്ത് നെയ്യും കാര്യങ്ങളൊക്കെ കാണും. ഇനി മട്ടണിൽ നിന്ന് വെള്ളമൊന്നും വരാനില്ലേ. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പ്, പൊടിയുപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് അതും ചേർത്ത് ഇളക്കി അങ്ങോട്ട് അടച്ചാൽ വയ്ക്കുക. ഉള്ള സത്യം പറയാമല്ലോ, എനിക്ക് ഈ മട്ടൺ ഇഷ്ടമല്ലായിരുന്നു. ഇവിടെ വന്നിട്ട് അബുദാബി വന്ന് വേണുകൊണ്ട് തന്നെ മട്ടൺ കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആഹാ സൂപ്പറാട്ടോ. ഇപ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച അരി വെള്ളമെല്ലാം വാർന്ന് നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചോറ് വെക്കാനുള്ള പരിപാടിയിലേക്ക് കിടക്കാം. ഗീ റൈസ് നെയ്ച്ചോറ് അടിപൊളിയായിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഗീ റൈസ് ഉണ്ടാക്കാനായിട്ട് ഒരു ചെരുവ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഇതിനോടൊപ്പം തന്നെ നമ്മളിപ്പുറത്ത് നമുക്ക് ഇതിനുവേണ്ട കശുവണ്ടിയും ഉള്ളിയൊക്കെ മൂപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആ ബേ ലീവ്സ് ഇട്ട് കൊടുക്കുക, കറുവപ്പട്ടയുടെ ഇല, പിന്നെ കുറച്ച് ഗ്രാമ്പു ആ നെയ്യിലോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 3-4 ഏലക്കായ, ഒരു 2 കഷ്ണം കറുവപ്പട്ട അത് ഒടിച്ച് നല്ല ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക, സവാള അരിഞ്ഞു വെച്ചത്. ഒരു സവാള ഉണ്ട് നീളത്തിൽ അരിഞ്ഞാണ്. കശുവണ്ടി വറുത്ത് ഇവിടെ റെഡിയായി. അത് വറുത്ത് കോരി അടുത്ത സെറ്റ് ഇടാം. ഇപ്പോൾ ഉള്ളി ഏകദേശം മൂത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ കഴുകി വെള്ളം മാറുന്ന അരിയിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അടുത്ത സെറ്റായിട്ട് നമുക്കിവിടെ കുറച്ച് കിസ്മിസ് വറുത്തെടുക്കാം. ഇതെല്ലാം നമ്മുടെ ഗീ റൈസിലേക്ക് ഉള്ളതാണ്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 9 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 4.5 ഗ്ലാസ് അരിക്ക് 9 ഗ്ലാസ് വെള്ളം. ഈശാൻ ഇവിടെ ഉണ്ട്, അവൻ കശുവണ്ടി വറുക്കണ മണം കേട്ടിട്ട് വന്ന പുതിയൻ. അടുത്തായിട്ട് നമുക്ക് ഈ ഗീ റൈസിന് വേണ്ട സവാള ഒന്ന് വറുത്തെടുക്കാം. ഈ 2 കിലോ മട്ടറിന് നമ്മളൊരു 4 സവാളയാണ് നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗീ റൈസിന് വേണ്ട ഉപ്പ് നമ്മളവിടെ സൈഡിൽ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, നന്നായിട്ട് ഇളക്കുക.
എന്നിട്ട് അടച്ചു വെച്ച് അങ്ങോട്ട് വേവിക്കാം. അപ്പോൾ നമ്മുടെ അരി വേവാൻ വെച്ചിട്ട് കുറച്ച് നേരമായി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മളെ വറുത്ത സവാളയും കശുവണ്ടിയും കിസ്മിസും എല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി അങ്ങ് ഇടുക. നമ്മുടെ അടിപൊളി ഗീ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേണമെന്ന് എൻ്റെ ഗീ റൈസ്. ഇതും മട്ടൻ കറിയും കൂടെ ചേർത്ത് ഒന്ന് കഴിച്ചു നോക്കാം, അങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നല്ല മണം വരുന്നുണ്ട്, അടിപൊളിയാണ്. ഗീ റൈസിലേക്ക് കുറച്ച് മട്ടൻ കറിയും കൂടെ അങ്ങ് ഒഴിച്ചിട്ട് കുറച്ചുകൂടെ ഒഴിച്ചോ. മതി, നിൽക്കട്ടെ. ഇനി അതിൻ്റെ അകത്തേക്ക് ഈ സലാഡങ്ങ് ഇടാം. ഈ സലാഡ് എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ സവാളയും പച്ചമുളകും കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ല കൈ കൊണ്ട് തിരുമ്മി എടുത്തൊരു സലാഡാണ് ഇത്. അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം, അടിപൊളിയാണ്. ഒരു പപ്പടം കൂടെ അതിൻ്റെ കൂടെ, ആഹാ സെറ്റാണ്. ഇനി നമുക്ക് നമ്മുടെ ഇഷാനോടൊന്ന് ചോദിച്ചു നോക്കാം. അവനിവിടെ ഉണ്ട്, അവൻ്റെ അഭിപ്രായം ഒന്ന് ചോദിക്കും. എടാ വാ, എങ്ങനെയുണ്ട് ഗീ റൈസും മട്ടൻ കറിയും? Mutton and ghee rice super, Venu super.